തീർത്ഥയാത്രയിൽ നമ്മൾ ആദ്യത്തെ ക്ഷേത്രമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, അത് കഴിഞ്ഞ് കൂടൽമാണിക്യം ശ്രീ വരദസ്വാമി ക്ഷേത്രം, ഈ രണ്ട് ക്ഷേത്രങ്ങളും നല്ല രീതിയിൽ അധികം തിരക്കില്ലാതെ നമുക്ക് ദർശനം നടത്താൻ സാധിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അടുത്ത ക്ഷേത്രമായ തിരുവോഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഈ യാത്രയിൽ ഒരു കാര്യം നമ്മൾ ഗുരുവായൂരിൽ നിന്ന് നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വർക്കിൽ മത്സരം നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ തന്നെ അടുത്ത ഞായർ തിങ്കളും തീയതികളായിട്ട് ആഴ്ചകളായിട്ട് നടത്തുന്ന ആലപ്പുഴ തീർത്ഥയാത്രയിലേക്ക് പങ്കെടുക്കുന്ന ആളുകൾക്കായി വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് മത്സരം വെച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നറുക്കെടുപ്പ് ഇന്നലെ ഗുരുവായൂർ വെച്ച് നടത്താം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ അവിടുത്തെ തിരക്കും മറ്റു കാരണം നമുക്ക് ഇന്നലെ ഗുരുവായൂരിൽ നിന്ന് അത് നടത്താൻ സാധിച്ചില്ല. അത് ഈ സമയത്ത് നമ്മൾ ഇവിടെ വെച്ച് നടത്തുന്നതാവും. ഈ യാത്രയിലെ പുതിയ ആളുകളുടെ ശ്രദ്ധയ്ക്കായിട്ടാണ് ഈ പറയുന്നത്. പാണ്ഡവാസ് അയ്യപ്പൻകാവ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ഏകദേശം 10 വർഷത്തിൽ മുകളിലായി. കുടിക്കലുള്ള അയ്യപ്പൻകാവ് ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളാലാവുന്ന വിധം സഹായം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പാണ്ഡവാസ് അയ്യപ്പൻകാവ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ ഇതുപോലുള്ള യാത്രകളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ കാണുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഒന്നുകിൽ അവരെ കൊണ്ടുപോകാൻ ആളില്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടായിട്ടും പോവാൻ ഭഗവാന്റെ വിളി ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരു സഹായം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് വർക്കിൽ മത്സരം സംഘടിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിലും പങ്കെടുത്തിട്ട് ആളുകൾ പങ്കെടുക്കാൻ അവസരം ലഭിക്കട്ടെ എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് വർക്കിൻ്റെ മത്സരത്തിൻ്റെ നറുക്കെടുപ്പ് ഇവിടെ നടത്തുകയാണ്. എല്ലാവരും അതൊന്ന് കൈയടിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഈ യാത്രയിലേക്ക് 2 പേർക്ക് വാട്സപ്പിൽ മത്സരം വെച്ച് പങ്കെടുക്കാൻ അർഹത ലഭിച്ചിരുന്നു. പക്ഷേ അവർക്ക് നമ്മൾ ഇന്നത്തെ യാത്രയിലേക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അവർ അടുത്ത ഞായർ തിങ്കൾ യാത്രയിലാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ആ യാത്രയിൽ 4 പേര് പങ്കെടുക്കുന്നുണ്ടാവും. നറുക്കെടുപ്പ് നടക്കാൻ പോവുകയാണ്. അടുത്തത് ഫ്രഷ് ഷോപ്പ് കണ്ണാട്ടിക്കോ 2 പേരാട്ടോ.